വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് തന്നെ വന്നു. മാർക്കറ്റ് ഇന്ന് നോക്കിയാൽ കാണാം ഓപ്പൺ ചെയ്തിട്ടൊരു ബുള്ളിഷിലേക്കാണ് വരുന്നത്. എന്നിരുന്നാലും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച മുകളിൽ മാർക്ക് ചെയ്ത വെച്ച ഏരിയയിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഏരിയാസ് ആണ് ഇന്ന് പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇന്ന് ഇന്ത്യൻ സമയം 6 മണിക്ക് 3 പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നുണ്ട്. CPI വരുന്ന ദിവസമാണ്. CPI എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്ട്രോങ് ആയിട്ട് മൊമെന്റ് കിട്ടുന്ന ന്യൂസാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഫോർ CPI മന്ത്ലി പ്രീവിയസ് വരുന്നത് 0.1% ആണ്. ഫോർകാസ്റ്റ് 0.3%. അതുപോലെ CPI മന്ത്ലി പ്രീവിയസ് 0.1%, ഫോർകാസ്റ്റ് 3%. അതുപോലെ CPI ഇയർലി പ്രീവിയസ് 2.4, അതുപോലെ ഫോർകാസ്റ്റ് 2.6. ഇതെല്ലാം നോക്കിയാൽ കാണാം ഫോർകാസ്റ്റ് എല്ലാം പ്രീവിയസിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ യൂഷ്വൽ ഇഫക്റ്റും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ഫോർകാസ്റ്റിൽ കിട്ടിയ ഫിഗറോ അതിന്റെ മുകളിലോ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡോളർ സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഫോർകാസ്റ്റ് ബേസ് ചെയ്തിട്ട് ആരും ചിന്തിച്ചുകൊണ്ട് മുന്നേ ഇരിക്കരുത്. ഇവിടെ നോക്കിയാൽ കാണാം ഇതിന് മുൻപെല്ലാം വന്നിരിക്കുന്ന ഫോർകാസ്റ്റും പ്രീവിയസ് നോക്കിയാൽ കാണാം പ്രീവിയസ് 2%, ഫോർകാസ്റ്റ് 3% ആയിരുന്നു. പക്ഷെ ആക്ച്വൽ വന്നപ്പോൾ വളരെ ചെറുതായിരുന്നു. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ഫെബ്രുവരി 12 മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുൻധാരണയോട് കൂടി ഇരിക്കാതിരിക്കുക. ഇതെല്ലാം മാർക്കറ്റ് വന്നതിന് ശേഷം മാത്രം നോക്കിയതിന് ശേഷം മാത്രം പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് മൂവ് ആവുന്നത് അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് മൂവ് ആവുന്നത് അതിന്റെ ആക്ഷൻ നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 3276.198 ആൻഡ് 3293.757. അടുത്തത് 3304.512. അടുത്തത് 3318.340. അടുത്തത് 3328.656 ആൻഡ് അടുത്തത് 3342.922. ഇനി അടുത്ത റെസിസ്റ്റൻസുകളാണ്. ആദ്യത്തെ റെസിസ്റ്റൻസ് 3360.042 ആൻഡ് 3374.309. ഇനി അടുത്ത റെസിസ്റ്റൻസ് 3409.427 ആൻഡ് 3423.474. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് വന്നിട്ടുണ്ടായിരുന്നു, റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ട്. സോ വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ട്, അങ്ങനെ പലതവണ വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിൽ ഈ ലെവലാണ്. ഇവിടേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഇതിനെയും ബ്രേക്ക് ചെയ്ത് ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറിപ്പോയിട്ട് വീണ്ടും ചിലപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്ന് ഈ ഒരു FEG ഫില്ല് ചെയ്യാൻ, FEG മീൻസ് ഹയർ ടൈം ഫ്രെയിമിന്റെ FEG ആണ് ഈ കാണുന്ന സപ്പോർട്ട് ഏരിയ. ഈ ഒരു സപ്പോർട്ട് ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ ഇറങ്ങാം. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് കയറി പോകാനാണ് സാധ്യത കാണുന്നത്. എനിവേ
ഇപ്പൊ മാർക്കറ്റ് എത്തും എന്ന് പറഞ്ഞ ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിന്റെ മുകളിലുള്ള ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഈ റെസിസ്റ്റൻസും ഈ 50 മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസും വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അവിടെ നിന്നൊരു റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വരാം. ഇനി മറ്റൊരു കാര്യം, ഇതിനൊന്നും റെസ്പെക്ട് ചെയ്യാതെ, അതായത് ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ മാർക്കറ്റിന് കുറച്ച് നേരം ഇങ്ങനെ നിന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് തരാം. അങ്ങനെ തരികയാണെങ്കിൽ ഈ ഒരു ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വിങ് ഹൈ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്വിങ് ഹൈ ആണ്. അവിടെ നിന്നൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരുപക്ഷെ ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് തന്നെ ആയിരിക്കും പുൾ ബാക്ക് ഉണ്ടാവുക. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സിനാരിയോ ഇവിടേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് തന്നെ പോവാം. ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താലുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ ഇവിടേക്കുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അപ്പോ ഒരുപക്ഷെ മാർക്കറ്റ് നന്നായി വന്നത് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം. ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അറിയുന്ന ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.